പേര് ഫൈസൽ എന്നാണ്. ഞാനിപ്പോൾ ഷോപ്പ് നടത്തി തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 വർഷമായിട്ട് ഈ നഴ്സറി ഫീൽഡിൽ തന്നെയാണ്. ഇപ്പോൾ ഈ ഷോപ്പ് എടുത്തിട്ട് 4 മാസം ആവണുള്ളൂ. ഷോപ്പിൻ്റെ പേര് ഏതൻ തോട്ടം എന്നാണ്. പോക്കുപടിയാണ്, ഓങ്ങല്ലൂർ പോക്കുപടിയാണ് ഷോപ്പ് നിലനിൽക്കുന്നത്. ഞാൻ പ്രവാസിയായിരുന്നു, ഇതിന് മുന്നേ പ്രവാസിയായിരുന്നു. ഈ പെറ്റ്സ്, ഫിഷ് അതേപോലെ ചെടികളുമായിട്ടുള്ള ക്രൈസ് ഉള്ളത് കാരണം ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. ഗൾഫ് പ്രവാസിയത്തെ ഒഴിവാക്കിയിട്ട് ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം ഇതിൻ്റെ ക്രൈസ് കാരണം തന്നെയാണ്. ഇവിടെ ഉള്ളത് ബോൺസായി മുതൽ ഫ്ലവർ പ്ലാന്റ്, അതേപോലെ ബോഗമില്ലകൾ ഒരുപാട് വെറൈറ്റികളുണ്ട്. ചില്ലി റെഡ് അങ്ങനെയുള്ള പുതിയ പൂന വെറൈറ്റി അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ സക്കുലൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട്. പിന്നെ പുള്ളൻകിഴങ്ങ്, മാംഗോസ്റ്റ് ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ട് മാംഗോസ്റ്റ്, അബിയു, റംബുട്ടാന്, അതേപോലെ സീതാപ്പഴം, അതേപോലെ പുതിയ വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് ഐറ്റംസ്. പിന്നെ ഇതേപോലെ ഗാർഡൻ സെറ്റിങ്, ലാൻഡ്സ്കേപ്പിങ്, പിന്നെ സൈറ്റുകളിൽ പോയിട്ട് വലിയ പ്ലാന്റുകൾ വെച്ച് കൊടുക്കുക, ഈന്തപ്പന അതേപോലെ ഐറ്റംസ് ഒക്കെ ചെയ്താറുണ്ട്. പിന്നെ പൗണ്ടുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഫിഷ് പൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നമ്മൾ ഈ ഓൾ കേരള ചെയ്യാറുണ്ട്, ഇതിൽ ചെയ്യാറുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ അത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് സൈറ്റിൽ വന്ന് ചെയ്ത് കൊടുക്കും. അത് കുറഞ്ഞ റേറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഓർഡർ അനുസരിച്ച് നമുക്ക് സൈറ്റിൽ പ്ലാന്റുകൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മളെ വിസിറ്റിംഗുകാരുടെ നമ്പർ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് വളം അതേപോലെ പ്ലാന്റുകളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കും. അത് നമ്മൾ മണ്ണെടുക്കുമ്പോൾ തന്നെ നമ്മൾ pH ലെവലാക്കി തന്നെ തുടങ്ങണം. ഇപ്പോൾ നമ്മൾ കമ്പനിയുടെ ഭൂവസ്ത്ര എന്നൊരു വളമുണ്ട്. അത് 1 ഏക്കർക്ക് 2 കിലോയാണ് വരുന്നത്. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം, കമ്പനി പറയുന്നത് 3 വർഷം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പഴയ രീതിയിലേക്ക് മണ്ണ് നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റുന്ന, ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഇന്ത്യഗ്രോൻ്റെ നല്ല നമ്പർ 1 പ്രൊഡക്റ്റുകൾ. അതിൽ കീടത്തിനാണെങ്കിലും വളർച്ചക്കാണെങ്കിലും ഒക്കെ എല്ലാം A to Z വരെ, അതായത് ഏലം, തെങ്ങ്, കവുങ്ങ്, നെൽകൃഷി എല്ലാത്തിനും ഒരു വളമാണ് നമ്മൾ സയൻസ് ചെയ്യണത്. അത് ആയുഷ് പ്രബിയും കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഫാമിലി ഇതിൽ ചെടിപരമായിട്ട് ഇൻവോൾവ് അല്ലായിരുന്നു. ഫാമിലിയിലേക്ക് എൻ്റെ കൂടെ വന്നപ്പോഴാണ് ഇത്രയും അവർ ഇൻട്രസ്റ്റ് ആയിട്ട് ഇതിൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അവർ എന്നെക്കാളും കൂടുതൽ കയറിയുന്ന അവരാണ്. ബോഗൻവില്ലയുടെ നമ്മളതിലൊരു 10-15 വെറൈറ്റികൾ ഉണ്ടാവും. ബോഗൻവില്ല ഇപ്പോൾ ഈ സീസണായ കാരണം നല്ല മൂവ്മെൻ്റ് ആണ് ബോഗൻവില്ല. അതായത് ഹൈബ്രിഡ്, അതേപോലെ ചില്ലി റെഡ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട്. പൂന വെറൈറ്റികളൊക്കെ ഒരുപാട് ഐറ്റം ഉണ്ട്. അത് നല്ല മൂവാണ്. മാങ്ങ ഒരുപാട് വെറൈറ്റികളുണ്ട്. കാലാപാടി, അതായത് ചന്ദ്രക്കാരൻ, പിന്നെ ഹിമാപസന്ത്, കുളമ്പ് ഒക്കെ മാവുകളൊക്കെ നല്ല മൂവ്മെൻ്റ് ആണ്, നല്ല പോകുന്നുണ്ട്. കാഴ്ച നിൽക്കുന്ന വെറൈറ്റികളൊക്കെ നമ്മൾ കുറച്ചുണ്ട്. ഇനി അടുത്ത ആഴ്ച മുതൽ പുതിയ വെറൈറ്റികൾ കാഴ്ചയൊക്കെ ഐറ്റംസുകൾ വരുന്നുണ്ട്. കോക്കനട്ട് ബോൺസായി, അതേപോലെ വൈക്കസ്, പിന്നെ പേരാലി, അതേപോലെ ബോൺസായി ഫിഷിങ് ചെയ്യുന്നുണ്ട്. ഇനി ടോട്ടലി എല്ലാ ഫിഷുകളും വരുന്നതാണ്. ഇത് നോക്കിയതാണ്. പിന്നെ pH ലെവലാക്കാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 2 മാസത്തിനുള്ളിൽ പെറ്റ്സും ഫിഷൊക്കെ എല്ലാം നമ്മളിവിടെ സ്റ്റാർട്ടാക്കും. അതിൻ്റെ ഫുഡും എല്ലാം അവൈലബിൾ ആക്കും. ഇവിടെ ാണ് ശ്രീമംഗള ഉള്ളത്. അപ്പോൾ അധികം എല്ലാവരും നാടൻ കൊണ്ടാണ് എല്ലാവരും 3 വർഷത്തിൽ കായ്ക്കുന്ന ഇതാണ് കൊണ്ടുവന്നത്. പെട്ടെന്ന് ഗുണം കിട്ടുന്ന നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഊതിൻ്റെ മരങ്ങളുണ്ട്. ഒരു 3-4 വർഷം പഴക്കമുള്ള ഊതിൻ്റെ മരങ്ങളുണ്ട്. ചെറിയ പ്ലാന്റ് കൊടുത്തിട്ട് വലുതായതാണ്. അവൈലബിളാണ്. അത് കുമ്പളം, വള്ളിപ്പയർ, തക്കാളി മുളക്, തിറാമുളക്, ജംബോ മുളക്, അതേപോലെ വെണ്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ വെള്ളക്കാന്താരി അങ്ങനെ ഐറ്റംസൊക്കെ വരുന്നുണ്ട്. ഇനി കൂടുതൽ വേണമെങ്കിൽ കസ്റ്റമർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. സെമിൻഡോറായി വെക്കാൻ പറ്റുന്ന സ്നേക്ക് പ്ലാന്റ്, അതേപോലെ CC പ്ലാന്റ്, ലക്കി ബാമ്പു, സെക്കുലൻ്റ് വെറൈറ്റികളൊക്കെ ഉണ്ട് നമ്മളത്. ചെറിയ പ്രൈസിന് നമുക്ക് കൊടുക്കാവുന്നതാണ്. കസ്റ്റമറിന് 100-150 ആ റേഞ്ച് മുതൽ കൊടുക്കാം. പിന്നെ ഒരുവിധം കട്ടിങ്സുകളൊക്കെ നമ്മൾ കസ്റ്റമറിന് കട്ടിങ്സ് കൊടുക്കാറുണ്ട്. പ്ലാന്റുകൾ മാത്രമല്ല കട്ടിങ്സ് കൊടുക്കാറുണ്ട്. പിന്നെ കസ്റ്റമറിലുള്ള വെറൈറ്റികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കാറുമുണ്ട്. അപ്പോൾ അവർക്കൊരു വരുമാനമാവുന്ന ലെവലിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ചില്ലി റെഡ്, പൂന വെറൈറ്റികൾ, ഓഫ് വൈറ്റ്, 10 മണിയുടെ കട്ടിങ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു 10-20 വെറൈറ്റി നമ്മുടെ അടുത്തുണ്ടാവും. അപ്പോൾ കസ്റ്റമർക്ക് കട്ടിങ്സ് കൊണ്ട് എളുപ്പമായ കാരണം അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇതിനൊക്കെ പോട്ടുകൾ സ്റ്റാർട്ടാണ്. ഗ്രോ ബാഗുകളുണ്ട്. പിന്നെ ഹാങ്ങിങ്ങിൻ്റെ വലിയ ഐറ്റം വരുന്നതുകൊണ്ട് ക്ലിപ്പായിട്ട് വരുന്നതും ഹാങ്ങിങ്ങിൻ്റെ കയതാണിത്. പട്ടാമ്പി, ഷൊർണൂർ, പാലക്കാട് റൂട്ടിൽ ഓങ്ങല്ലൂർ പോക്കുവടിയിലാണ് റൈറ്റ് ചെയ്യുന്നത്. അതായത് ഗുണ്ടായി ഷോറൂം കഴിഞ്ഞ പാടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്.